ഒന്നും ഉണ്ടാവൂല. ഇവിടെ എവിടെയെങ്കിലും കാണും. എന്നാലും നമുക്ക് ആ തോട്ടത്തിൽ കൂടി ഒന്ന് നോക്കാം. തോട്ടത്തിൽ എന്തിനാ നോക്കുന്നത്? നിക്ക് ഇവിടെ എവിടെയെങ്കിലും കാണും. മാമ പറഞ്ഞു വരുന്നത് ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്നതും ഇവിടെ നടക്കുന്നതും തമ്മിൽ കണക്റ്റഡ് ആണെന്നാണോ? എന്നല്ല, ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഈ വീട്ടിൽ നടക്കുന്ന പോലെ ഒരു തോന്നൽ. എന്നാ നമുക്ക് തോട്ടത്തിലും കൂടെ ഒന്ന് പോയി നോക്കാം മാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിക്ക് ഇവിടെ എവിടെയെങ്കിലും കാണും. പിന്നെ ഈ ഡേറ്റുകളാണ് എനിക്കൊരു സംശയം. എന്ന് വെച്ചാ എന്താ സംശയം? അത് ഈ ഡയറിയിൽ നടന്ന ഓരോ സംഭവങ്ങളുടെ ഡേറ്റ് ഇല്ലേ? ഇന്നിപ്പോ August 30. അപ്പൊ ഇന്നലെ August 29. ഇന്നലെയാണല്ലോ നമ്മൾ ആ വിസ്പറിങ്സ് കേട്ടത്. അതെ, അത് മാച്ചിങ് ആണ്. ഇനി പക്ഷെ ദിയക്ക് ആ ലോക്കറ്റ് കിട്ടിയ ഡേറ്റ് കൂടി ഒന്ന് അറിയണം. അതിപ്പോ തന്നെ അവളോട് ചോദിക്കാം. മാമ നിക്കിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? നോക്കാം, ആദ്യം ഈ ഡേറ്റ് കൂടി ഒന്ന് അറിയട്ടെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നോക്കാം തോട്ടത്തില്. ആ ദിയമോളെ എണീറ്റായിരുന്നോ? ഭയങ്കര ക്ഷീണം, എനിക്ക് എണീക്കാൻ തോന്നുന്നില്ല. ആ പനിയൊക്കെ മാറിയല്ലോ. ഇന്നലെ പേടിച്ചു പോയില്ലേ? അതാ പനിച്ചത്. പക്ഷെ സ്വപ്നം കണ്ടപ്പോൾ കൂടുതൽ പേടിച്ച. ആണോ? എന്ത് സ്വപ്നം കുഞ്ഞു കണ്ടേ? അത് നിക്ക് ചേച്ചിന്റെ റൂമിൽ കിടന്നുറങ്ങായിരുന്നു. ഇപ്പൊ കട്ടിന്റെ അടിയിൽ ഒരു കൈ വന്നിട്ട് നിക്കിനെ വലിച്ചു കൊണ്ടുപോയി. അതാ സ്വപ്നം കണ്ടേ. എന്നിട്ട് ഇപ്പൊ പേടി മാറിയോ? ആ മാറി. രാവിലെ എണീറ്റപ്പോൾ നിക്കിനെ കണ്ടു, അപ്പൊ എല്ലാം മാറി. നിക്കിനെ കണ്ടുന്നോ? എവിടുന്ന്? ഇതാ അവിടുന്ന്, അവിടെ കിടക്കുന്നില്ലല്ലോ. ഹോ, എന്റെ നിക്കി, കുറച്ചു നേരം നീ ഞങ്ങളൊന്ന് പേടിപ്പിച്ചു. ദേവ് എന്തിയെ? അവളോടൊന്ന് പറയട്ടെ. അയ്യോ ദേവു, എന്താ? അവള് നിക്കിനെ നോക്കാനായി തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. ഒറ്റയ്ക്കോ? ഞാൻ പോവായിരുന്നാ, അപ്പൊ അവള് പറഞ്ഞു ഒറ്റയ്ക്ക് പോയിക്കോളാന്ന്. എന്നോട് ദിവമോളുടെ ഡേറ്റിന്റെ കാര്യം ചോദിക്കാൻ പറഞ്ഞു. എന്നാലും ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. ഓ, അത് പ്രോബ്ലം അല്ല, പകലല്ലേ, അവള് നോക്കിയിട്ട് പെട്ടെന്ന് വരും. നിക്കി, നിക്കിത് എവിടെ പോയി? നിക്കിയുടെ സൗണ്ട് ആണല്ലോ ഇത്. നിക്കി, നീ ഇവിടെ ഉണ്ടോ? നിക്കി, നീ ഇവിടെ ഉണ്ടോ?
നിക്കിനെ നോക്കാൻ വന്നതാ. എന്നാ നീ നോക്കണ്ട, നിക്ക് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലോ? ഞാൻ എല്ലായിടത്തും നോക്കിയതാണല്ലോ. ദിയമോള് കിടന്ന കട്ടിലെ താഴ്ഭാഗത്ത് കിടക്കണ്ടായിരുന്നു. കട്ടിലിന്റെ താഴെയോ? അവിടെ ഞാൻ നോക്കിയതാണല്ലോ. നീ നോക്കിയിട്ട് കാണാത്തോ? പോവാ. അല്ല, നീ എന്തിനാ ഈ കോഴി ഫാമിൽ വന്നത്? അത് ഞാൻ അവിടെ നിന്നപ്പോ ഇവിടെ ഒരു ശബ്ദം കേട്ടു, അങ്ങനെ വന്നതാ. ഞാൻ നിന്നെ കുറെ നേരമായിട്ട് കാണാത്തോണ്ട് വന്നതാ. അല്ല, ദിയമ്മയുടെ ഡേറ്റിന്റെ കാര്യം ചോദിച്ചോ? അതൊന്നും തീരുമാനമായിട്ടില്ല. എന്താണ് അത്ര ആലോചിക്കാതിരിക്കുന്നത്? ആ ലോക്കറ്റ് കിട്ടിയതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതന്നെയാണ് ഞാൻ ആലോചിക്കണേ. സ്കൂളില്ലാത്ത ദിവസമാണ്. എന്നാ ശനി ഞായറോ വല്ലതും ആയിരിക്കും. അല്ല, ശരി ഞായറല്ല. അല്ല, അതെങ്ങനെ നിനക്ക് കൃത്യമായിട്ട് മനസ്സിലായി? അത് അന്ന് ചേച്ചിക്ക് ഉച്ച വരെ സ്കൂളുണ്ടായിരുന്നു. അന്നാണോ? എന്നത് നിനക്കത് ഓർമ്മയുണ്ടോ? ഈ ഒരു മാസം ഞാൻ ഉച്ചവരെ പോയത് ആ ഒരു ദിവസം മാത്രം. അന്നാണെങ്കിൽ ദിയമോള് വന്നിട്ടുമില്ല. എന്നാ ദിവസം എന്നാന്ന് പറ, വളച്ചേട്ടാതെ. ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്കൂളിൽ അന്ന് ഉച്ചവരെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. അന്നേ ഞാനും അതുമോനും അപ്പുറത്ത് ഫ്ലാഗും കൊണ്ട് കളിക്കായിരുന്നു. അപ്പോൾ എനിക്കത് കിട്ടിയത്. ഡേറ്റ് ഒക്കെ കൃത്യം ഓഗസ്റ്റ് 15 ദിയക്ക് ലോക്കറ്റ് കിട്ടിയത്. അപ്പൊ അന്ന് മുതലാണ് ഡേ സ്റ്റാർട്ട് ആയത്. യെസ്, ഓഗസ്റ്റ് 15 ലോക്കറ്റ് കിട്ടി. ഓഗസ്റ്റ് 29 അമ്മയ്ക്കും നമുക്കും ഉണ്ടായ സ്പിരിച്വൽ ഫീലിംഗ്. ഓഗസ്റ്റ് 30 രഹസ്യം അറിയുന്ന ഡയറി കിട്ടി. അതെ, എല്ലാം കണക്റ്റഡ് ആണ്. പക്ഷേ ആ രഹസ്യങ്ങളുടെ കാര്യം ഡയറി ഇല്ലല്ലോ. ഡയറി പക്ഷെ അന്ന് മരിച്ചുപോയ ആൾക്കാർ എന്ന് വെച്ചാൽ ഇപ്പത്തെ ആത്മാക്കള് അവര് വെച്ചതല്ലേ. അല്ല, അപ്പൊ നമ്മൾ വായിച്ച 3ാമത്തെ പേജ് അവരുടെ നായ ബ്രൗണി. അത് സെപ്റ്റംബർ 8 നടന്നത്. ഇന്ന് ഓഗസ്റ്റ് 30 ആയിട്ടുള്ളൂ. ഇനി 8 ദിവസം ഉണ്ട് സത്യമാണെന്ന് അറിയാൻ വേണ്ടിട്ട്. അത് ശരി. അപ്പം അതൊരു വെയിറ്റ് ചെയ്യാനാണോ നിങ്ങളുടെ പ്ലാൻ? അല്ലാതെ വേറെന്ത് ചെയ്യാനാ നമ്മള്? അപ്പൊ ആ ഡയറിയിൽ എഴുതിയ പോലെ നടന്ന ബ്രൗണി ചത്ത പോലെ ഞാനും. ഹേയ് നോനോ, നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണേ? അങ്ങനെയൊന്നും നടക്കൂല. നടന്നാലോ? നിക്കി, നീ പേടിക്കണ്ട. കാരണം ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിന്നൊരു പ്രേതം തോന്നില്ല. അതെനിക്കറിയാം. പക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോ ഒരു പേടി. അതാ നിക്കിയുടെ സംശയം അങ്ങനെ തള്ളിക്കളയണ്ട. ഇതുവരെ നടന്നു വെച്ച് നോക്കുമ്പോ മാമന്റെ ആ ഡൗട്ട് തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ നിക്കീനെ രക്ഷിക്കാൻ മാമന്റെ അടുത്ത് എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി ഡയറിയിൽ എന്തെങ്കിലും ഹിന്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ടാവോ? കീറിപ്പോയ പേജാന്ന് തോന്നുന്നു. ഇതിലെന്തോ എഴുതിയിട്ടുണ്ട്. എന്നാ ഒന്ന് വായിച്ചേ. ഓഗസ്റ്റ് 31, 1960. ബ്രൗണിയുടെ വേർപാടിൽ മനം നൊന്തിരിക്കുന്ന നേരത്താണ് ഞാൻ ആ വാർത്ത അറിയുന്നത്. എൻ്റെ സഹോദരൻ വാഹനാപകടത്തിൽപ്പെട്ട് കൈയൊടിഞ്ഞു എന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അവനെ കാണാൻ. സൈക്കിളിൽ ചന്തയിൽ പച്ചക്കറികൾ വിൽക്കാൻ പോയ അവൻ്റെ നേരെ ഏതോ ജീവി ചാടി വീണു എന്നാണ് അവൻ പറഞ്ഞത്. നിയന്ത്രണം വിട്ട് സൈക്കിൾ പാറക്കെട്ടിലേക്ക് വീണു. ഈ വീട്ടിൽ വന്നതു മുതൽ ദുഃഖവാർത്തകളാണ് കേൾക്കുന്നത്. എന്താണ് അതിന് കാരണം? ഈ സഹോദരൻ എന്ന് പറയുമ്പോ സംശയിക്കണ്ട, ഞാൻ തന്നെ. അതിപ്പോ ചേട്ടനോ അനിയനോ ആവാം. അപ്പൊ മാമൻ നാളെ അപകടത്തിൽ പെടുവോ? പെടാതിരിക്കാം. പക്ഷേ നാളെ എനിക്ക് ഇതേപോലെ സംഭവിച്ച ഒരു കാര്യം ഉറപ്പിക്കാം. എന്ത്? ഈ ഡയറിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അതേപോലെ സംഭവിക്കും. എന്നാ നാളെ ഒരു കാര്യം ചെയ്യാം, ആരും പുറത്തിറങ്ങണ്ടെന്ന് വെക്കാം. അങ്ങനെ ചെയ്യാം മാമ. പക്ഷെ അപ്പൊ നമുക്കിത് സത്യമാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. നിക്കിനെ കൊലക്ക് കൊടുക്കുന്നത് നല്ലത് ഞാനൊന്ന് ആക്സിഡന്റ് ആവണതാ. എന്തേ പറഞ്ഞു വരുന്നത്? ഒന്നുമില്ല, നാളെ ഞാൻ പുറത്തിറങ്ങുന്നു. എന്റെ ബൈക്കിൽ പച്ചക്കറി വെക്കാൻ ഞാൻ മാർക്കറ്റിൽ പോകുന്നു, അത്ര തന്നെ. അത് വേണോ? റിസ്ക് എടുക്കണോ? ചിലപ്പോ മാമൻ പോവാതിരുന്നാ, ഒന്നും സംഭവിക്കാതിരുന്നാ എല്ലാം നമുക്ക് ഇതുപോലെ മാറ്റി വിടാലോ. അത് നമുക്ക് എപ്പോഴും പരീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ നാളെ പോകും. പിന്നെ
നിങ്ങൾ ഈ ഡയറി ഇന്ന് വായിക്കും, നാളെ ഞാൻ വന്നിട്ട് വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ. ഡയറിയിൽ എന്തായിരിക്കും ബാക്കി എഴുതിയിട്ടുണ്ടാവുക? എടുത്ത് നോക്കിയാലോ? പിന്നെ നിങ്ങൾ ഈ ഡയറി ഇന്ന് വായിക്കും, നാളെ ഞാൻ വന്നിട്ട് വായിക്കാം. വേണ്ട, മാമ പറഞ്ഞല്ലേ. എന്താ അത്? ഒരു പേപ്പറാണല്ലോ. കീറിപ്പോയ വല്ല ബാക്കി പേജും ആയിരിക്കും. സെപ്റ്റംബർ 1. ഇത് ഞാൻ എഴുതുന്നത് ഹോസ്പിറ്റൽ മോർച്ചറിയുടെ മുന്നിലിരുന്നാണ്. എൻ്റെ സഹോദരൻ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടു. ഹോസ്പിറ്റലിൽ വെച്ച് ഏതോ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ പെട്ടാണ് മരിച്ചത്. കൂടുതൽ എഴുതാൻ കഴിയാതെ എൻ്റെ കൈ തളരുന്നു. അയ്യോ, അർജുന! എന്താ? അർജുന അപകടത്തിലാണ്. ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ഒരിക്കലും മാമൻ ഹോസ്പിറ്റലിൽ എത്തരുത്. എന്നുവെച്ചാ എന്താ നീ പറയണേ? ഇതൊന്ന് വായിച്ചു നോക്ക്. ഡയറിയിൽ നിന്ന്